ആദ്യം പ്ലെഡ്ജാണ്. I pledge that I will never give bribe or support corruption. I will blow the whistle whenever I witness any form of corruption. I will stand for truth, integrity, and justice. Together, we will build a corruption-free nation. പ്രൊജക്ട് സീറോ ഒരു വലിയ ഇനീഷ്യേറ്റീവ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപാട് നാളുകളായി നമ്മളെല്ലാം പ്രതീക്ഷിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഞാനെല്ലാം ആഗ്രഹിച്ചിട്ടുള്ള ഒരു വലിയൊരു മൂവ്മെൻറ്റിൻ്റെ തുടക്കമാണ് പ്രൊജക്ട് സീറോ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഒരു കറപ്ഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു സ്പേസ്, ഒരു നാട്, അഴിമതിയില്ലാതെ മുന്നോട്ട് ധൈര്യത്തോടെ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക എന്നുള്ളത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അത് പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്ന ഒരു വലിയ സന്ദേശവും ഒരു ഉറപ്പും ഒരു വിശ്വാസമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു സിനിമ ചെയ്തിരുന്നു. ആക്ഷൻ ഹീറോ ബിജു എന്നായിരുന്നു എൻ്റെ പേര്. നിങ്ങളത് കണ്ടിട്ടുണ്ടോ? കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ വലിയ ഇടിക്കാരനുള്ള പോലീസുകാരനെന്നല്ലെങ്കിലും ജനങ്ങൾക്കും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന, അവരുടെ പ്രശ്നങ്ങളെ ക്ഷമയോടുകൂടി കേൾക്കുന്ന, നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ് ഞാൻ അതിൽ അഭിനയിച്ചിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സമൂഹം നിലനിൽക്കുന്നത് നിയമത്തിലുള്ള വിശ്വാസത്തിലാണ്. നമ്മുടെ ചുറ്റുമുള്ള, നമ്മുടെ ഗവൺമെൻറ്റിലും നമ്മുടെ നിയമത്തിലുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മളെല്ലാവരും നിലനിൽക്കുന്നത്. അപ്പോൾ എന്നാണോ ആ നിയമത്തിലുള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെടുന്നത്, ആ സമൂഹവും പതുക്കെ തകരാൻ തുടങ്ങുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പണം കൊണ്ട് കൊടുക്കുന്ന ഒരു കൈക്കൂലി മാത്രമല്ല അഴിമതി എന്നുള്ളത്. ഒരു വ്യക്തിയുടെ അവസരമില്ലാതാക്കുന്നത്, ഒരു വിദ്യാർത്ഥിയുടെ അവസരമില്ലാതാകുന്നത്, എത്ര പഠിച്ചാലും കുറുക്ക് വഴിയിലൂടെ മുന്നോട്ട് പോകുന്നവർക്കാണ് വിജയമെന്ന് ഉണ്ടാക്കുന്നൊരു തോന്നൽ. ഇല്ലെങ്കിൽ നമുക്ക് എത്ര മെറിറ്റ് ഉണ്ടെങ്കിലും പണവും അധികാരവും കൊണ്ട് ഇതെല്ലാം മറികടക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം, ഇതെല്ലാം കറപ്ഷൻ്റെ അല്ലെങ്കിൽ ഒരു അഴിമതിയുടെ ഭാഗമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.